ഇന്ത്യയുടെ മൂന്നാമത്തെ T20 ലോകകപ്പ് വിജയത്തിൽ ഇപ്പോൾ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങളെ എല്ലാവരും പ്രശംസിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് കേരളത്തിൽ നിന്ന് മുമ്പ് രണ്ടുപേർ, അതായത് സഞ്ജു സാംസൺ ഉൾപ്പെടെ രണ്ടുപേർ ഈ ലോകകപ്പിൽ വലിയ സാധ്യത കൊടുത്തു, ഇന്ത്യക്ക് വിജയം നേടിക്കൊടുത്തു. ഈ ഒരു സിറ്റുവേഷനിൽ മലയാളികൾക്ക് ഉൾപ്പെടെ, അതുമാത്രമല്ല ഇന്ത്യൻ പ്ലെയേഴ്സ് പലർക്കും, ഡൊമസ്റ്റിക് പ്ലേ ആയാലും എല്ലാ മാച്ചുകൾക്കും, നിരവധി മാച്ചുകൾക്ക് ട്രെയിനിങ് കൊടുത്ത ഒരു വ്യക്തിയാണ് ബിജു ജോർജ്. അദ്ദേഹത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹം സഞ്ജുവിന് ഉൾപ്പെടെ നിരവധി പേർക്ക് കോച്ചിങ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സാർ, ഈ ഒരു മത്സരം ഇത്തവണ ഈ ലോകകപ്പിൻ്റെ ഈ അവസാന 3 മത്സരങ്ങളിൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതിലെല്ലാം ഒരു മലയാളി താരത്തിൻ്റെ വിജയമാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സഞ്ജുവിനെ ആദ്യം കണ്ട നാൾ മുതലുള്ള ഒരു ട്രെയിനിങ്ങിൽ സഞ്ജു എങ്ങനെയായിരുന്നു എന്ന് സാറിന് പറയാൻ പറ്റും? സഞ്ജു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു. ഒരുപാട് ത്യാഗങ്ങളൊക്കെ, ഒരുപാട് എന്താണ് പറയുന്നത്, ഇപ്പം നമ്മളെല്ലാവരും ന്യൂസിലാൻഡിൽ 3 മാച്ച് ഫെയിൽ ചെയ്തതിന് ശേഷം ഇന്ത്യൻ ടീമിൻ്റെ വെളിയിരുന്നു. സഞ്ജുവിന് വെളിയിരുന്നത് ഇത് ആദ്യത്തെ അനുഭവമല്ല. അണ്ടർ-19 ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ ട്രയൽസിൽ സഞ്ജു 100 അടിച്ചിട്ട് ഇന്ത്യൻ ടീമിൽ കൊടുക്കാതിരുന്നിട്ടുണ്ട്. സഞ്ജു ഡിസേർവിങ് ആയിട്ട് അണ്ടർ-19 ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആകേണ്ടിയ സമയത്ത് അന്നത്തെ സെലക്ടർ, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെയൊക്കെ ദേശക്കാരനായിരുന്നു, അദ്ദേഹം മനഃപൂർവ്വം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കൊടുക്കാതെ സഞ്ജുവിനെക്കാട്ടിലും ഡിസേർവിങ് അല്ലാത്ത വ്യക്തിക്ക് ക്യാപ്റ്റൻസി കൊടുത്തു. ആ വ്യക്തികളൊന്നും ക്രിക്കറ്റിലില്ല. പക്ഷേ എന്നാലും അതുകൊണ്ട് ഇത് സ്ഥിരം സഞ്ജു അനുഭവിച്ച് വന്ന വഴിയാണിത്. ഒരുപാട് തിക്താനുഭവങ്ങൾ സഞ്ജുവിൻ്റെ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാത്തിനും ഒരു ജസ്റ്റിസ് ഉണ്ടെന്ന് പറയണ പോലെ ഇതൊരു ദൈവത്തിൻ്റെ നീതിയാണ് ഈ കിട്ടിയ തക്ക സമയത്ത് ഏറ്റവും വലിയ സ്റ്റേജിൽ കിട്ടിയ പെർഫോമൻസ് വിശ്വസിക്കുക. ഒരു കോച്ച് എന്ന നിലയ്ക്ക് ഇപ്പോൾ സഞ്ജു ഒരുപാട് കമ്മിറ്റഡായിട്ട് പ്ലേ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഇപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിച്ച് വളർന്നു വരികയാണ്. അപ്പോൾ നമുക്ക് അതിനും മാത്രമുള്ള അവസരങ്ങൾ ശരിക്കും ഇനിയെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് പുതിയ സെക്രട്ടറി വിനോദ് കുമാർ, ഇന്നുമുണ്ടായിരുന്ന TC മാത്യു സാറൊക്കെ ഒരുപാട് കേരള ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് നാസർ മച്ചാൻ, വയനാടുള്ള. ആ വയനാട് ഗ്രൗണ്ട് 24/7 365 ദിവസം വനിതാ ക്രിക്കറ്റേഴ്സിന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് മിന്നുമണി, സജിന, ജോഷിത മുതലായവർ, നജില ഇന്ത്യ കളിക്കുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എപ്പോഴും പ്രോ ക്രിക്കറ്റാണ്. ക്രിക്കറ്റേഴ്സിന് എല്ലാ ആവശ്യമായ രീതിയിലുള്ള ഫുൾ സപ്പോർട്ട്. തിരുവനന്തപുരത്ത് തന്നെ 3 ഗ്രൗണ്ടുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിൽ തന്നെ ഏത് കളിക്കുന്ന പിള്ളേർക്ക് ഒരു ഫീൽഡിങ്ങിനൊക്കെ പ്രാക്ടീസ് വേണ്ടി നമ്മൾ ഗ്രൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അസോസിയേഷൻ നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമാണ് കേരളത്തിൽ ഇനി കളിക്കാതെ മുന്നോട്ട് വന്ന് ഇന്ത്യയും IPL കളിക്കുമെന്ന് വിശ്വാസമാണ്. അതുപോലെ തന്നെ ഒരു ഫീൽഡിംഗ് കോച്ച് എന്നുള്ള നിലയ്ക്ക് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസിനെ എല്ലാവരും പറയുന്നുണ്ട്. വലിയ രീതിയിൽ ഭയങ്കര ഒരു ഹിറ്ററാണ് സഞ്ജു, ഒരു ഗെയിം ചേഞ്ചറായി മാറിയെന്ന്. അതിനിടയ്ക്ക് തന്നെ സഞ്ജുവിൻ്റെ ഉൾപ്പെടെ, സഞ്ജു മാത്രമല്ല, ഒരു ഫീൽഡിംഗ് ലെവലിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ടീം, സഞ്ജു ഉൾപ്പെടെ വിക്കറ്റ് കീപ്പിംഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടീം ഇത്തവണ ഫീൽഡിംഗ് എത്രത്തോളം മികച്ചതായിരുന്നു? ഫീൽഡിംഗ് വളരെ മികച്ചതാണ്. ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ദിലീപാണ് പരിശീലകൻ്റെ നല്ല സുഹൃത്താണ്. ഫീൽഡിങ്ങിന് ഒരു ടീം, ഇപ്പം ഇന്ത്യൻ ടീമിൻ്റെ ആണെങ്കിലും ഏത് നാഷണൽ ടീമിൻ്റെ ആണെങ്കിലും ഒരു 30 to 40% ഓഫ് ദ ടൈം ഫീൽഡിങ്ങിനാണ് എടുക്കുന്നത്. അതിൻ്റേതായ റിസൾട്ട്സ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഫീൽഡിങ്ങിൽ അക്സർ പട്ടേലിൻ്റെ ക്യാച്ചസാണ് ഇന്ത്യ ഒരു പക്ഷേ ഫൈനലിൽ എത്തിച്ചെന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇന്നിങ്സ്, ബാറ്റിംഗ്, ബോളിങ്ങിനൊക്കെ പറയും. അക്സർ പട്ടേൽ ആ ക്യാച്ച് എടുത്തില്ലായിരുന്നെങ്കിൽ, 2 ക്യാച്ച് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ ഫൈനലിൽ കാണൂലായിരുന്നു. അതുകൊണ്ട് ഫീൽഡിങ് വളരെ വലിയ ഘടകമാണ്. അതിന് നല്ല ഫോക്കസ് ഇപ്പോഴുണ്ട്. വനിതാ ക്രിക്കറ്റിലാണ് ജെമിമ റോഡ്രിക്സിൻ്റെ ഫീൽഡിങ്. അങ്ങനെ ഇന്ത്യയുടെ ഫീൽഡിംഗ് സ്റ്റാൻഡേർഡ്, പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ ആണെങ്കിലും അണ്ടർ-19 ഫീൽഡിംഗ് സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആണ് ഇപ്പോൾ. അതുമാത്രമല്ല, സഞ്ജുവിനെ ഇപ്പോൾ T20 മത്സരങ്ങൾക്കാണ് കൂടുതലും പരിഗണിക്കുന്നത്. ഇനി ODI മാച്ചസ് ആയാലും ഒരു ക്ലാസിക് ടെസ്റ്റ് ക്രിക്കറ്റ് ആയാലും അതിലേക്കൊക്കെ സഞ്ജുവിന് ഇനി സാധ്യതകൾ തുറക്കും എന്ന് തോന്നുന്നുണ്ട്. സഞ്ജു തീർച്ചയായിട്ടും, സഞ്ജു അതേപോലെ ഇപ്പം വേൾഡ് കപ്പിൽ പെർഫോം ചെയ്തിട്ടുള്ള ഏത് പ്ലേയേഴ്സ് ആണെങ്കിലും ഇനി വൈറ്റ് ബോളിൻ്റെ എല്ലാ ഫോർമാറ്റിലും കൺസിഡർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഒരു ക്രിക്കറ്റർ എന്നുള്ള നിലയ്ക്ക് പുതുതായി മത്സരിച്ച് വരുന്ന ഒരാൾ, ഒരു ഇന്ത്യൻ ടീമിൽ കയറിയ ഒരാൾ, ഇപ്പോൾ പൊതുവേ ടെസ്റ്റ് ക്രിക്കറ്റ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് മാച്ചസ് ആയാലും രഞ്ജി ട്രോഫി ഉൾപ്പെടെ അതുള്ള മത്സരങ്ങളിൽ കളിക്കുന്നതിലൊരു വിമുഖത കാണിക്കാറുണ്ട്. പൊതുവേ മുൻപ് ഇടയ്ക്കൊക്കെ പലരിലും അത് കേട്ടിട്ടുണ്ട്. അപ്പോൾ സഞ്ജു ഉൾപ്പെടെയുള്ള പ്ലെയേഴ്സ് എല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാ മത്സരങ്ങളും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇനി വരുന്ന തലമുറയോട് എന്തായിരിക്കും ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? ഇത് BCCI കർശനമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ പ്ലെയർ ആണെങ്കിൽ രോഹിത് ശർമ്മ ഉൾപ്പെടെ വന്ന്, ഋഷഭ് പന്ത് ഉൾപ്പെടെ, വിരാട് കോഹ്ലി ഉൾപ്പെടെ രഞ്ജി ട്രോഫി കളിക്കുകയുണ്ടായി. പിന്നെ എല്ലാവരും കളിക്കുമെന്നാണ് വിശ്വാസം. അതിൽ ഫൈനാൻഷ്യലി നല്ല പൈസയാണ് ഇത് രഞ്ജി ട്രോഫി കളിച്ചാൽ തന്നെ. അതുകൊണ്ട് എല്ലാവരും കളിക്കും, തീർച്ചയായിട്ടും കളിക്കും വിശ്വസിക്കും. അപ്പോൾ ഇനി പുതുതായിട്ട് വരുന്നവർക്ക് എന്ത് കടന്നായിരിക്കും ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ആദ്യം എന്നുള്ള നിലയിൽ? സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെലക്ഷൻ്റെ പ്രക്രിയ എനിക്കറിയാം. വളരെ സുതാര്യമാണ്, വളരെ വിസ്തൃതമായൊരു പ്രോസസ്സാണ്. തിരുവനന്തപുരം ജില്ലയുടെ സെലക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർ-19 സെലക്ഷൻ 400ഓളം പിള്ളേർ രജിസ്റ്റർ ചെയ്യുന്നു.
അവരെ 2-3 ദിവസമായിട്ട് നെറ്റ്സിൻ്റെ അകത്ത് അവരെ കാണുന്നു. പിന്നെ അതിൽ നിന്നൊരു 10, 80, 90 പേരെ എടുത്ത് പല ടീമുകളെടുത്ത് തമ്മിൽ മത്സരിപ്പിക്കുന്നു. അതിൽ നിന്ന് ഏറ്റവും നല്ല 15 പേരെ എടുത്ത് ജില്ലാ ടീമാവുന്നു. അങ്ങനെ ജില്ലാ ടീമുകളുടെ 3 സോണ എടുത്ത് ഈ കേരളത്തെ തിരിച്ചിട്ടുണ്ട്. ഈ സോണിൻ്റെ അകത്ത് ജില്ലകൾ തമ്മിൽ കളിപ്പിക്കുന്നു, സോണൽ ടീം എടുക്കുന്നു. ഈ സോണൽ ടീമുകൾ തമ്മിൽ മത്സരിച്ചാണ് സ്റ്റേറ്റ് ടീം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഫെയറായിട്ട് ഒരുവൻ കളിക്കുന്ന പിള്ളേർക്കെല്ലാം നല്ല ചാൻസ് കിട്ടുന്നതാണ്. ഇനി ഒരു ചോദ്യം കൂടി അവസാനമായിട്ട്, അതായത് ഈ മത്സരത്തിലൊക്കെ ഈ കുട്ടികൾ ഓരോന്നും കടന്നു വന്നു, അവർ പല മത്സരങ്ങൾ വളർന്നാണ് മാച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രായത്തിൽ മുതലേ തുടങ്ങണം എന്നുള്ളൊരു മിത്ത് പൊതുവെ നിലനിൽക്കുന്നുണ്ട്. അതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ക്രിക്കറ്റ് ഒരിക്കലും ഫസ്റ്റ് സ്ട്രേറ്റ് അവേ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു കോച്ച് എന്ന നിലയിൽ ഒരിക്കലും അതിന് അനുകൂലമായിട്ടുള്ള. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ മലയാളിയാണെങ്കിൽ ആദ്യമേ കളരി അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ്, ബോഡിയുടെ മെയ് വഴക്കം, ഓൾറൗണ്ട് അജിലിറ്റി, ഫ്ലെക്സിബിലിറ്റി എല്ലാം കളിക്കുക. എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ബാക്കിയെല്ലാ ഗെയിമിനെക്കാട്ടും ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ ക്രിക്കറ്റ് ഇസ് ഒൺലി ഗെയിം. സൈഡ് വേസ് ആണ് കളിക്കുന്നത്. ബാറ്റിംഗ് സൈഡ് വേസ് ആണ്, ബൗളിംഗ് സൈഡ് വേസ് ആണ്, ഫീൽഡിംഗ് സൈഡ് വേസ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഐയുടെ ഡോമിനേഷനൊക്കെ മാറിപ്പോകും. ഞാൻ ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാൽ എന്നിലുള്ള യഥാർത്ഥത്തിൽ എൻ്റെ അകത്തൊരു നല്ല ഫുട്ബോളറോ വോളിബോളിൻ്റെ നഷ്ടപ്പെടും. അപ്പോൾ ജിംനാസ്റ്റിക്സ്, കളരി, അതിനുശേഷം അത്ലറ്റിക്സ്, 9-10 വയസ്സ് വരെ സോഫ്റ്റ് ബോളിൽ കളിപ്പിക്കുക, ടെന്നീസ് ബോളിൽ കളിപ്പിക്കുക. അതിനുശേഷം ഫസ്റ്റ് സെക്ഷൻ തരുന്ന അണ്ടർ 13 ആണ്. 11 വയസ്സ് തൊട്ട് സീരിയസ് ആയിട്ട് ക്രിക്കറ്റ് പരിശീലനം നേടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഇനി ഒരുപാട് മലയാളികൾ ഇന്ത്യൻ ടീമിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നന്ദി. ഏതായാലും തിരുവനന്തപുരത്തെ ഈ ഗ്രൗണ്ടുകളിൽ നിന്ന് സഞ്ജു മാത്രമല്ല, അതുപോലെ ഇനിയും വളർന്നു വരാനുള്ള നിരവധി പ്രതിഭകളുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും ഒരു കാലത്ത് നിരവധി ഇന്ത്യൻ പ്ലെയേഴ്സിനൊപ്പം മലയാളി പ്ലെയേഴ്സ് മാത്രമായി ഒരു സൈഡിലുണ്ടാകും, അല്ലെങ്കിൽ അവരോടൊപ്പം ഒരു വലിയ ഒരു ഭാഗമായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വലിയ പ്രതീക്ഷ ഈ മത്സരങ്ങളിൽ കൂടെ നടക്കുന്നുണ്ട്. ഏതായാലും തിരുവനന്തപുരത്ത് നിന്നും പത്മകുമാറിനൊപ്പം വിഷ്ണു കരുണാകരൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.